സങ്കീർത്തനം 107:25. അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റ് അടിപ്പിച്ചു, അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ നേരിടുന്ന അപകടം വളരെ ഗുരുതരമാണ്. മീൻ പിടിക്കുവാൻ പോകുന്ന വള്ളങ്ങൾ പോലും കടലുകളിൽ പ്രതികൂല അന്തരീക്ഷത്തിൽപ്പെട്ടാൽ വലിയ അപകടമാണ്. നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതുപോലെ കാര്യങ്ങൾ ആയിത്തീരുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്തേക്കാം. ഇവിടെ കടലിലൂടെ യാത്ര ചെയ്യുന്നവർ ദൈവപ്രവൃത്തി മനസ്സിലാക്കേണ്ടതിന്, അവരുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ദൈവം കൽപ്പിച്ച് ചില കൊടുങ്കാറ്റുകൾ അടിപ്പിക്കുകയും തിരമാലകൾ പൊങ്ങുമാറാക്കുകയും ചെയ്തു. കൊടുങ്കാറ്റടിച്ചാൽ തിരമാലകൾ എത്ര ഉയരത്തിൽ ഉയരുമായിരിക്കും? അവർ ആകാശത്തിലേക്ക് ഉയർന്നു, ആഴത്തിലേക്ക് താണു. അവരുടെ അപ്പോഴത്തെ മാനസിക സ്ഥിതി നമുക്ക് ഓർക്കുവാൻ പോലും സാധിക്കില്ല. ഭയം, മരണഭീതി ഒക്കെ അവരെ വേട്ടയാടിയിട്ടുണ്ടാകാം. എന്നാൽ ദൈവം അവരെ ആ സാഹചര്യത്തിലൂടെ കടത്തിവിട്ടു. എങ്കിലും അവരെ വിട്ടുകളഞ്ഞില്ല. ആ കപ്പലിൽ ദൈവമുണ്ടായിരുന്നു. അവർ ദൈവത്തോട് നിലവിളിച്ചു. നിലവിളി ദൈവം കേട്ടു. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകളെ അടക്കി. ശാന്തത വന്നു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. അവർ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? അവർ ദൈവത്തിൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും ദൈവത്തെ സ്തുതിക്കും. സ്വർഗീയ തുറമുഖത്തേക്കുള്ള ഒരു വിശ്വാസിയുടെ യാത്രാമധ്യേ അനേകം അപകടങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക മഹത്വം നാം അറിയേണ്ട രീതിയിൽ അറിയുവാനായി ഇങ്ങനെയുള്ള കൊടുങ്കാറ്റും തിരമാലകളുമൊക്കെ ദൈവം അനുവദിക്കും. എന്നാൽ അത് നമ്മെ തകർത്ത് കളയുകയില്ല, മുക്കിക്കളയുകയില്ല. പ്രത്യുത അത് മുഖാന്തരം നാം കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കും, ദൈവിക പദ്ധതിയിലേക്ക് മടങ്ങി വരും. നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ദൈവം നമ്മെ എത്തിക്കുകയും ചെയ്യും. മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർ മടങ്ങി വരുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവും നാം അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. വരാൻ വിസമ്മതിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചെറിയ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാക്കി തീർക്കും. ദൈവം എത്ര മഹത്വവാനാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അത് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഇടയായിത്തീരും. നമുക്ക് പ്രതികൂലങ്ങൾ വന്നിട്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ശ്രമിക്കാതെ എപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്കായിരിക്കാം. ദൈവകരങ്ങളിൽ നമ്മുടെ കൈകളെ കൊടുത്ത് ജീവിത നിയന്ത്രണം കർത്താവിനെ ഏൽപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ തണലിൽ നിത്യം വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.